ഹായ് ഗുഡ് ഡേ. ഇന്ന് നമ്മുടെ ഗ്രോസറി ഷോപ്പിങ്ങിനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിക്കാറ്, പിന്നെ അതിൻ്റെ റേറ്റൊക്കെ എന്തൊക്കെയാണ്, നമ്മുടെ നാട്ടിലായിട്ട് ഏകദേശം എന്തൊക്കെയാണ് വ്യത്യാസം എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്ത് പറയാം കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഇവിടുന്ന് ഒരു ഇത്രയാണ്. ഇവിടെയാണ് നമ്മൾ, അതായത് പേര് അത്രയ്ക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല, അസ്ത എന്നാണ് നമ്മുടെ കടയുടെ പേര്. അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ ഗ്രോസറീസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. ഇത്രയും ദൂരമേ ഉള്ളൂ നമുക്ക് പോകാൻ, തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയ തൂളൽ മഴയുണ്ട്. ചെറിയ മഴ, ചെറിയ സ്പ്രേ ചെയ്യുന്ന പോലൊരു മഴയുണ്ട്. നമുക്കിങ്ങനെ ഒരു കോയിൻ കിട്ടും. നമ്മൾ 1 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കോയിൻ കിട്ടും. നമ്മൾ ജസ്റ്റ് ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മളിതാ കയറുകയാണ്. നമ്മളിതിൽ വന്നിട്ട് സ്റ്റാർട്ട് ഷോപ്പിംഗ് കൊടുക്കുക. പക്ഷേ നമുക്ക് കറൻറ്റ്ലി ഇല്ല, എല്ലാം ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓക്കെ കൊടുത്ത് ഇങ്ങനെ പോയാൽ മതി മുന്നോട്ട്. അങ്ങനെ നമ്മുടെ സ്കാനർ ഇല്ലാണ്ട് നമ്മൾ ഷോപ്പിംഗ് ചെയ്യണം. നമുക്ക് പ്രോപ്പറായിട്ട് ബില്ല് പറയാൻ പറ്റില്ല. അയ്യോ, ബില്ലൊക്കെ എങ്ങനെയാണെന്ന് പറയാമെന്ന് വിചാരിച്ചാൽ ഞാൻ, പക്ഷെ നമുക്ക് ഇപ്പം അല്ലാണ്ട് നോക്കിയിട്ട് ഞാൻ പറയാം. നമുക്കിങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടാവും, അടിയിൽ ഇങ്ങനെ ചെറിയ ഉണ്ടാവും. അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇത് കുറേ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ഇത് പ്ലേറ്റ്സ്, കപ്സ്, നമ്മുടെ ഡിന്നർ സെറ്റ് ഉണ്ട്. ഡിന്നർ സെറ്റൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ സെക്ഷനാണ്. ഡിന്നർ സെറ്റിനൊക്കെ ഇതിന് 20 പൗണ്ട്സ് വരും, 22. നമ്മുടെ അടിയിൽ ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മിസ്മാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ബില്ല് അറിയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചിലപ്പം എടുത്ത് നമ്മൾ ബില്ലടിക്കുമ്പോഴായിരിക്കും അറിയുന്നത് പൈസ കൂടുതലാന്ന്. ഇത് കിച്ചണിൽ യൂസ് ചെയ്യാനുള്ള ഐറ്റംസാണ്. ബേക്കിങ്ങിനുള്ളത്, സ്പൂൺസ്, ഗ്ലാസസ്, വൈൻ ഗ്ലാസ്, അങ്ങനെയൊക്കെ. ഇവിടെ നമുക്ക് എന്താ പറയുക, ബാത്റൂമിൽ യൂസ് ചെയ്യേണ്ട കുറേ സാധനങ്ങൾ, ടവല്, പിന്നെ നമ്മുടെ ഹാൻഡ് വാഷ് വയ്ക്കാനായിട്ട് അതിനൊക്കെ 6 പൗണ്ടാണ് വരുന്നത്. പിന്നെ ഇതെന്താണോ സംഭവം, ഇതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇതും നമ്മുടെ ബാത്റൂമിനകത്ത് വയ്ക്കുന്നത്. പിന്നെ മിറർ 9 പൗണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ എന്താ, ഇവിടെ നമ്മുടെ എന്താ പറയുക, ഷവർ കട്ടനൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഏകദേശം 7 പൗണ്ട്, 9 പൗണ്ട്, 2.25 പൗണ്ടിൻ്റെയൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇത് കുഴപ്പമില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ കുറേ അപ്ലയൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മോൾഡൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ബാത്റൂമിൽ നമ്മുടെ വോൾസിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. വെയിറ്റിംഗ് മെഷീനുണ്ട്, 8 പൗണ്ട്സ്. ഡോവിൻ്റെ ബോഡി വാഷസ് ഒക്കെ ഉണ്ട്, 3 പൗണ്ടാണ് വരുന്നത്, 400 ml. നറിഷിങ് സിൽക്ക് ഉണ്ട്, പ്രോ ഏജ് ഉണ്ട്, ആൻറ്റി സ്ട്രെസ് ഉണ്ട്, പിന്നെ ഡീപ്ലി നറിഷ് ഉണ്ട്. ഇത്രയുമാണ് വരുന്നത്, 3 പൗണ്ട്. നമ്മുടെ നാട്ടിൽ ഏകദേശം 300 പൗണ്ടോളം വരും, 300 റുപ്പീസോളം വരും. ഹാൻഡ് വാഷിൻ്റെ ഒക്കെ ഏരിയ ആണ്. ഇതിൽ എനിക്ക് കെയറക്സിൻ്റെ അഡ്വാൻസ് കെയർ ഷെഡ് ബട്ടർ എന്ന് പറയുന്നിട്ടൊരു ഒരെണ്ണമുണ്ട്. 1 പൗണ്ടാണ് വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരു പാക്കറ്റ് മഷ്റൂം എടുക്കുവാണ്. അയ്യോ, ഇത് പൊട്ടിയതായിരുന്നു. അയ്യോ, പൊട്ടിപ്പോയി. വേറെ എടുക്കാം. മഷ്റൂം, ഇതാണ് നമ്മൾ എടുക്കുന്ന മഷ്റൂം. ഇതിന് റേറ്റ് വരുന്നത് 1 പൗണ്ട്. 1 പൗണ്ടാണ് ഈ മഷ്റൂമിനുള്ളത്. ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടിക്കകത്ത് 2 തണ്ട്. ആകെ അതേ എടുത്തുള്ളൂ ആദ്യമായിട്ട്. കിഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള സെക്ഷൻ. ഇത് മോയ്സ്ചറൈസറൊക്കെയാണ്, സൺസ്ക്രീമാണ്. അങ്ങനെ കുറേ. പിന്നെ ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് സാമ്പിൾ പാക്കൊക്കെ ഇല്ലേ, അതുപോലെ ഹെയർ കളറിങ് സെക്ഷൻസ്. നമ്മളൊരു ടൊമാറ്റോയുടെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്, ചെറുത്. ഇതിന് എത്ര രൂപയായിട്ടുണ്ട്?
ടൊമാറ്റോസിന് നമുക്കായത് 90.95 pence ആണ്. 95 pence ആണ് കേട്ടോ. സോറി മാറിപ്പോയി. നമുക്ക് മുമ്പേ സ്കാനർ കിട്ടിയില്ലായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ഞങ്ങൾ പോയി ഒന്നുകൂടെ ചേട്ടൻ പോയി തപ്പിയപ്പം കിട്ടി സ്കാനർ. അതുകൊണ്ട് നമുക്കിപ്പം പൈസ നല്ല കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി നമ്മുടെ പഴം, നമുക്കിവിടെ റോബസ്റ്റ പഴം മാത്രമേ കിട്ടുകയുള്ളൂ. മറ്റേ പഴം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിന് റേറ്റ് വരുന്നത് 1 പൗണ്ട്. 1 പൗണ്ടാണ് റേറ്റ് വരുന്നത് പഴത്തിന്. ഓറഞ്ച് എടുക്കുവാണ്. അത്യാവശ്യം ഇച്ചിരി വലുതെടുത്തു. സാധാരണ ഞങ്ങൾ എടുക്കാറുള്ളത് ഇതാണ്, കുഞ്ഞി എത്രയാണോ, ഇതിന് 95 pence ആണ് വരുന്നത്. ഇതിന് 2.5 pounds ആണ് വരുന്നത്. ഇനി അടുത്ത നമ്മൾ എടുക്കുന്നത് നാരങ്ങ. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന നാരങ്ങ പോലെ ഇരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും എടുക്കാറുള്ളത് ഇതാണ് ആക്ച്വലി. പക്ഷേ ഇന്ന് വെറൈറ്റി കണ്ടതുകൊണ്ട് ഞങ്ങൾ വെറൈറ്റി എടുത്തു. അതും എടുത്തു, സോറി കേട്ടോ, രണ്ടും എടുത്തു. വെറൈറ്റി കാണുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക ഒരു അട്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ വെറൈറ്റി എപ്പോഴും ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അടുത്തത് നമ്മൾ മുന്തിരി എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ സ്പെഷ്യൽ സീഡ്ലെസ് ആണ്. ഇതിന് 1.75 ആണ് വന്നേക്കുന്നത്. പിന്നെ നമ്മളൊരു സ്ട്രോബെറിയും കൂടി എടുത്തിട്ടുണ്ട്. സ്ട്രോബെറിക്ക് വന്നേക്കുന്നത് 3 പൗണ്ട്. വേറെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്, ആപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊന്നും എടുക്കാറില്ല, കാരണം ചുമ്മാ ഒരാൾ 2 പേര് തന്നെ ഉള്ളൂ. എടുത്താൽ നമുക്ക് വെറുതെ വേസ്റ്റാണ്, നമ്മൾ കഴിക്കത്തില്ല. പിന്നെ നമുക്കിവിടെ കൈതച്ചക്കയുണ്ട്, തണ്ണിമത്തനുണ്ട്. നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ഈ അവസ്ഥയിൽ കിട്ടും. നമ്മൾ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോൻ്റെ പ്രൈസ് എത്രയാണ് വന്നേ? പൊട്ടറ്റോന് 1.49 വന്നേക്കുന്നത്. ഞാനൊരു ബീൻസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ സ്കാൻ ചെയ്ത് ഇതിന് നമുക്ക് വരുന്നത് 1 പൗണ്ടാണ്. 1 pounds. ഒത്തിരി നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ പച്ച ഏത്തക്ക കിട്ടും. 2 പൗണ്ടാണ് എഴുതിയേക്കുന്നത്. പിന്നെ നമ്മുടെ ചേമ്പ് 3 പൗണ്ട്. ഇവിടെ സാധാരണ കപ്പ വരുന്നത്, കപ്പ ഇന്നില്ല. പിന്നെ റാഡിഷുണ്ട്. ഇവിടെ ഒരു കുറേയൊക്കെ അവർ ഓഫറൊക്കെ വെക്കും. പിന്നെ നമ്മളെടുത്തത് പച്ചമുളകാണ്, നമ്മുടെ നാട്ടിലെ പച്ചമുളക്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക്. ഇതിന് 1.2 pounds. പിന്നെ അടുത്തത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ സാധാരണ എപ്പോഴും എടുക്കാറുള്ളത് ഈ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നമുക്ക്, കാരണം ഈ ഒരു ബോട്ടിലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇതിന് നമുക്ക് 1.5 pounds ആണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഗീയും കോക്കനട്ട് ഓയിലൊക്കെ 5 pounds ഉള്ളൂ. നല്ല കോക്കനട്ട് ഓയിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ബസ്മതി റൈസ് നല്ലതാണ്. ഈ ബ്ലാക്ക് ലൈലയുടെ ബ്ലാക്ക് നല്ല റൈസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ട സ്പൈസസ് ഒക്കെ അവൈലബിൾ ആണ്, എല്ലാം അത്യാവശ്യമുണ്ട്. നമ്മളത് ഈ പെരി ഗാർലിക് മയോ അടിപൊളി കേട്ടോ, നന്ദൂസിൻ്റെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ തന്നെ നല്ല സ്പൈസിനെസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഞാൻ ഒരു സോസ് ഞാൻ പറയുന്നത് എക്സ്ട്രാ ഹോട്ട്, നല്ല ഹോട്ടാണ് ഇത് നന്ദൂസിൻ്റെ. ഇത് നല്ല എരിവെന്ന് പറഞ്ഞ എരിവ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചില്ലി സോസ് എന്നൊക്കെ പറയുമ്പം ഒട്ടും എരിവ് കാണത്തില്ല, മധുരമായിരിക്കും. പക്ഷേ അത് നല്ല എരിവാണ്. ഞങ്ങൾ മേടിക്കാറുള്ളത് ചിക്കൻ സ്റ്റോക്കാണ്. നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ, നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ, പിന്നെ ഞങ്ങൾ പാസ്റ്റയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിന് വരുന്ന എത്ര രൂപ? 1.9 pounds വരുന്നത്. നമ്മളൊരു ഡേറ്റ്സിൻ്റെ പാക്കറ്റ് എടുത്തു. അതിന് വന്നത് ഒരു 4.75 pounds ആണ്. ഇത് വെച്ചേക്കുക. ഹായ്, ഈ സെക്ഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കൊള്ളാം, അടിപൊളിയാണ്. എപ്പോഴും എനിക്ക് ഒരേപോലത്തെ കഴിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല. എനിക്കെപ്പോഴും വെറൈറ്റി ഇഷ്ടം, വെറൈറ്റി ട്രൈ ചെയ്യണം. പിള്ളേരെയൊക്കെ ഈ സെക്ഷനിലോട്ട് ഇറക്കി വിട്ടാൽ മതി, ആവശ്യത്തിന് ചിലവൊക്കെ ഉണ്ടാക്കി തരും.
എന്താ രസമല്ലേ ചോക്ലേറ്റ്സ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ചോക്ലേറ്റ് ലവേഴ്സിനോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി ഇവിടെ ഒന്നും നമുക്ക് പറ്റിയില്ല. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ഞാൻ മേടിക്കുന്നില്ല. ഇവിടെയൊക്കെ ബേക്കിംഗ് സെക്ഷൻ നമുക്ക് ബേക്ക് ചെയ്ത് അപ്പം തന്നെ കിട്ടും കേട്ടോ. നല്ല ഫ്രഷ് സാധനങ്ങളൊക്കെയാണ് ബേക്ക് ആയിട്ടുള്ളത് എല്ലാം. ഇവിടെയാണ് നമ്മുടെ മുട്ടയൊക്കെ കോഴിക്കുട്ടിയിൽ നിന്ന് മുട്ട എടുക്കുന്നതാണ് നമ്മൾ മുട്ട എടുക്കുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഈ മുട്ട എടുക്കും 12 എണ്ണമുള്ള. ഇതിനെത്രയാ? അതിന് വരുന്നത് 2.6 പൗണ്ട്സ്. ചിപ്സിൻ്റെയൊക്കെ സെക്ഷൻ. നമ്മുടെ നാട്ടിലെ ലേസ്, പക്ഷെ ഇവിടെ വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് നല്ല അടിപൊളിയാണ്. ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ ഓൾറെഡി ഒരു പാക്കറ്റ് ഇരിക്കുന്നതുകൊണ്ട് മേടിക്കുന്നില്ല, അത് തീർന്നിട്ടില്ല. പിന്നെ മദ്യം കഴിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഞങ്ങളുടെ കൂടെ സുത്തേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുത്തേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരുടെയൊക്കെ ഹസ്ബൻഡ്സ് ഇവിടെ കയറിയിട്ട് ഇങ്ങനെ കണ്ട് സംതൃപ്തപ്പെടാറുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കളിയാക്കി വിടും. ദേ ബക്കാടി, ഇതിൻ്റെയൊക്കെ റേറ്റ് 15 പൗണ്ട്. ഇതെന്താണെന്ന് അറിയത്തില്ല, നല്ല ഭംഗിയുണ്ട് കുപ്പി കാണാൻ. ഡെഡ് മാൻസ് ഫിംഗേഴ്സ് 22 പൗണ്ട്സ് ആണ് വരുന്നത്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, വെറൈറ്റി. നല്ല കുപ്പിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയില്ലേ കാണാൻ. 23 പൗണ്ടൊക്കെ വരുന്നതിന്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതൊക്കെ വൈൻ്റെ സെക്ഷനാണ്. ഇതെനിക്കൊന്ന് ബിയറാന്ന് തോന്നുന്നു, ബിയറിൻ്റെ സെക്ഷൻ. ഇതൊക്കെ ഇവിടെ ഇത് ഷുഗർ പ്ലം. ഇതെന്താണ് സംഭവം? സ്പിരിറ്റ്സ്, കള്ളാന്ന് തോന്നുന്നു. ഇതൊക്കെ വൈനാണ് ഏറ്റവും താഴെ കാണുന്നത്. ഇത് കള്ളു കുടിക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അയ്യോ നല്ല രസമുണ്ട്. ഗിഫ്റ്റ് കൊടുക്കുന്നതാണേലും നല്ല അടിപൊളിയായിരിക്കും, നല്ല വെറൈറ്റി ആയിരിക്കും. ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊടുക്കുവാണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും, നമുക്ക് ഒരു അടിപൊളി ഗിഫ്റ്റും കൊടുക്കാം. ഇങ്ങനെ കുറേ വെറൈറ്റി വൈനുണ്ട്. ഇങ്ങനെ ഒത്തിരി കണ്ടു കഴിഞ്ഞാലും പ്രശ്നമാണ്, കാരണം നമുക്ക് ഇതിനകത്തുനിന്ന് ഏതെടുക്കുമെന്ന് കൺഫ്യൂഷനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മധുരമുള്ളതാണ് ഇഷ്ടം, എനിക്കാണെങ്കിൽ കയ്പുള്ളൊന്നുമില്ല. ഇവിടെ ഉള്ളതിന് മിക്കതിനും ഭയങ്കര കയ്പാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഫ്രൂട്ടി ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ചിലതിൻ്റെ ഒന്നും കാണത്തില്ല, ചിലതിൻ്റെയൊക്കെ കാണും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഫ്രൂട്ടി ടേസ്റ്റ് ഉള്ളതാണ് എടുക്കാറ്. ഇതിന് മുന്നേ ഇതിനുണ്ട് ഫ്രൂട്ടി ടേസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രൂട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഭയങ്കര കയ്പെന്ന് വെച്ചാൽ ഭയങ്കര കയ്പാണ്, ഇച്ചിരി പാടുണ്ട്. അതായത് ഞാനൊരു മധുരമുള്ള ഒരെണ്ണം കാണിക്കാം. നമ്മുടെ അസ്ഥയിൽ കിട്ടുന്ന അസ്ഥി എന്നാണ് അതിൻ്റെ പേര്. ഇത് തന്നെ അസ്ഥി. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇതെനിക്കൊന്ന് വൈനല്ല ഷാമ്പെയിൻ ആണെന്നൊരു സംശയമില്ല. അതില്ല, ഷാമ്പെയിനാന്ന് തോന്നുന്നു, കാരണം നമ്മൾ കുടിക്കുമ്പോൾ. ഇത് വൈനാന്ന് തോന്നുന്നു കേട്ടോ. ഇത് വൈനല്ലേ ഫ്രണ്ട്സ്? അൺഫോർച്ചുനേറ്റ്ലി ഇത് വൈനല്ലേ, ഇത് ഷാമ്പെയിനാണ് കേട്ടോ. ഷാമ്പെയിനും വൈൻ പോലൊരു സാധനമല്ലേ? വൈൻ പോലെ എന്തോ ആണ്. രൂപയൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. എടുക്കാനാണാവോ എന്തോ, ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചോണ്ടാണ് എടുക്കുന്നത്. എടുത്ത് ഇത് ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സെക്ഷനാണ്. ഞാനിതുവരെ ബേക്കിങ്ങിൽ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനിതൊന്നും എടുക്കുന്നില്ല. നമ്മുടെ എസൻസുകളും കാര്യങ്ങളൊക്കെ, എസൻസ് എല്ലാം ഉണ്ട്. അമേരിക്കൻ പെപ്പർമിൻറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. വനില ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. കപ്പ് കേക്ക്സ് അങ്ങനെ എല്ലാം ഉണ്ട്. കേക്കൊക്കെ ഡിസൈൻ ചെയ്യുന്ന സംഭവങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രോസൺ ആയിട്ട് ഇവിടെ ഇഞ്ചി കിട്ടും. ഇഞ്ചിയൊക്കെ ഉണ്ട്, അരിഞ്ഞതുണ്ട്, അല്ലാത്തതുണ്ട്, വലുതായിട്ടുണ്ട്. ഇത് സ്പിനാച്ചാണ്. ഷ്രെഡ് കോക്കനട്ടൊക്കെ കിട്ടും കേട്ടോ, അസ്ഥയിലുണ്ട്. ഷ്രെഡ് കോക്കനട്ട്. പക്ഷെ നമുക്കിവിടെ കോക്കനട്ട് അല്ലാണ്ട് കിട്ടും.
ഇവിടെ തന്നെ ഈ ഷോപ്പിൽ തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ വാങ്ങാറില്ല. പിന്നെ ചപ്പാത്തി, നമ്മുടെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ചപ്പാത്തി. കാരണം ഇത് വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ. ഞങ്ങൾ കിട്ടുമ്പോഴേ എടുത്ത് കിട്ടും. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ഞങ്ങൾ തപ്പി ഇറങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ലാഞ്ഞപ്പോൾ ഞങ്ങളിത് വാങ്ങിക്കൊണ്ടിരി. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നോക്കട്ടെ, 3 പൗണ്ടാണ് വരുന്നത്. അതിനകത്തൊരു 20 ചപ്പാത്തീസ് ഉണ്ട്. എടുത്ത് കേട്ടോ, കാരണം വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ട്. ആരെങ്കിലുമൊക്കെ ഇന്ത്യൻ മസാല ടീ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ മേടിച്ച് ട്രൈ ചെയ്തായിരുന്നു. ഇതിന് വരുന്നത് 2.8 പൗണ്ട്സാണ് വരുന്നത്. പിന്നെ ജിഞ്ചർ ചായ ഉണ്ട്, പക്ഷെ ഇത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ ട്രൈ ചെയ്തതാണ്, സൂപ്പറാണ്. നമ്മൾ വൈറ്റ് ഫിഷ് ഫില്ലറ്റ്സ് എടുക്കുവാണ്. നല്ലതാണ് അത്യാവശ്യം, വലിയ കുഴപ്പമില്ല. ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഇതേ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രഷ് ഫിഷ് ഒന്നും ഇവിടെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമ്മളിതാ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിന് 2.5 പൗണ്ടാണ് വരുന്നത്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടൊരു ബർഗറിൻ്റെ ഒരു ഫ്രോസൺ ആയിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് ഫില്ലർ ബർഗേഴ്സാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതെന്ന് തോന്നുന്നു കണ്ടിട്ട്. സാധാരണ ഞങ്ങൾ എടുക്കുന്ന വേറെയാണ്. എല്ലാ പ്രാവശ്യങ്ങളും ഓരോന്നോരോന്ന് വെറൈറ്റി ട്രൈ ചെയ്യും. അറിയാൻ പറ്റുമല്ലോ ഏതാ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ടൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. എനിക്ക് മടുക്കും കേട്ടോ. എനിക്ക് സ്ഥിരമായിട്ടൊരു സാധനം കഴിക്കുന്ന ഇഷ്ടമല്ല. എപ്പോഴും മാറ്റി കഴിക്കണം. അടുത്തത് നമുക്ക് യോഗട്ട് എടുക്കാം. നിങ്ങളുടെ ഫുൾ ഫാറ്റ് ഉള്ളതാണ് എടുക്കുന്നത്. ഇതിനൊരു 1.65 പൗണ്ട്സാന്ന് തോന്നുന്നു. അതെ. അങ്ങനെ കുറേ നേരത്തെ വീക്ഷണത്തിനൊടുവിൽ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി കിവി കോംബോയാണ് എടുത്തേക്കുന്നത്. അതിന് വന്നേക്കുന്ന പ്രൈസ് 2 പൗണ്ട്സ്. ഒരു 500 ml ഉണ്ടാവും അല്ലേ? 500 ml ഇല്ലേ? 500 ml ഇല്ലേ? അത്രയും. ഇനിയാണ് നമ്മുടെ മീറ്റ് സെക്ഷനിൽ നമ്മുടെ ഫേവറേറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. ഞങ്ങളിങ്ങനെ കുറച്ച് നോട്ടം ഇട്ട് വെച്ചിട്ടുള്ള കുറച്ച് മീറ്റ്സ് ഉണ്ട്. ടർക്കി ഡൈസ്ഡ് ടർക്കിയാണ് നോക്കെപ്പോഴും നല്ലത്. ഇത് ഡൈസ്ഡ് അല്ല, പക്ഷെ ഇതൊക്കെ എടുത്ത നഷ്ടമാണ്. നമ്മൾ തപ്പിയ സാധനം കിട്ടിയില്ല. വേറെ നമുക്കങ്ങനെ കറി വെക്കാനൊന്നും ഇല്ല. ഇങ്ങനെ അതും ഇത് ഒരേ കഴിക്കുന്ന തന്നെ ചിക്കൻ നമുക്ക് കഴിക്കുന്ന ബോറാവത്തില്ല. അതുകൊണ്ട് ഉള്ളതങ്ങ് എടുത്തു. നമുക്കതിന് വരുന്നത് 5 പൗണ്ട്സാണ് വരുന്നത്. 5 പൗണ്ട്സ്, നാട്ടിൽ 500 രൂപ. ഒരു ചിക്കൻ്റെ ഫില്ലറ്റോട് എടുത്തിട്ടുണ്ട്. അതിന് വന്നത് 6 പൗണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇത്ര 1 kg ഉണ്ട് കേട്ടോ. 1 kgക്ക് 6 പൗണ്ട്. നാട്ടിലെ 600 പൗണ്ടോളം, 600 പൈസയോളം റുപ്പീസ്. അയല ഫിഷ്, അയല കഴിക്കണം എന്നുള്ളവർക്ക് അസ്തയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ബെഡ്മിസ്റ്റർ അസ്തയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അയല ഫിഷ് ഇവിടെ ഉണ്ട് കേട്ടോ. 4 പൗണ്ട്. ഒരു എന്തരം ഉണ്ടാവും ഇത്? 1/2 കിലോളം ഉണ്ട് കേട്ടോ. 460 gram ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ റെഡിമെയ്ഡ് ഫുഡ്സൊക്കെ അവൈലബിൾ ആണ്. മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ, പുഴുങ്ങിയ മുട്ട. അതിനൊക്കെ തോന്നുന്നു 1.30 പൗണ്ട്സാണ്. ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോബെറിയൊക്കെ കട്ട് ചെയ്തത് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കഴിച്ചാൽ മാത്രം മതി. കൊള്ളാം അല്ലേ? ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഡോണറ്റ്സൊക്കെ ഉണ്ട്. ഫ്രഷാണ്, നല്ലതാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മളിതേ നടന്ന് പോവുകയാണ് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ട്രോളി ഷോപ്പിംഗ് ഉണ്ട്, ഡയറക്റ്റ് പോയി സ്കാൻ ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്ത് പോകുന്നതുകൊണ്ട് സ്കാൻ ആൻഡ് ഗോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്ത സംഭവം കൊണ്ട് പറഞ്ഞുതരാം. ഇങ്ങോട്ട് സ്കാൻ ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ചെക്കൗട്ട് ചെയ്യുന്നു. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യും. നമുക്കൊരു 100 പൗണ്ട്സിന് മേളിൽ പോകണം അല്ലേ? ക്വാളിറ്റി ചെക്കിന് വരും. 100 പൗണ്ട്സ് 80 പൗണ്ട്സ് അങ്ങോട്ട് മേളിൽ പോകുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ചെക്കിന് വന്നിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യും. നമ്മളെല്ലാം വീട്ടിൽ അടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. കാരണം പഠിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ എല്ലാം സ്കാൻ ചെയ്യാതെ 1-2 സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് നഷ്ടമല്ലേ. ഇവർ വന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട്
നമുക്കിതിൻ്റെ കൺഫർമേഷൻ വന്നു നമുക്ക് ബില്ല് പേ ചെയ്യാം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി, സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഇത് ഇവിടെയാണ് നമ്മളെ വീട്, അവിടെയാണ്. അതിനകത്ത് 1 2 3 0 1 2 3 മൂന്നാമത്തെ നിലയിലാണ്. മൂന്നാമത്തെ നിലയിൽ ഇത് ഇവിടെ 0 1 2 3 ഈ ഫ്ലോറിലാണ് ഞങ്ങൾ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വേണ്ട, ഇവിടെയാണ് ഞങ്ങൾ. സാധനമൊക്കെ ആയിട്ട് വരുക. എങ്ങോട്ടാ ചേട്ടാ? എവിടോട്ടാ? ഒന്നും പറയുന്നില്ല, കുട്ടിയൊന്നും മിണ്ടുന്നില്ല. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് സാധനങ്ങളെല്ലാം എടുത്ത് അറേഞ്ച് ചെയ്യുക. അങ്ങനെ നമ്മളെല്ലാം എടുത്ത് വെച്ചു, എല്ലാം എടുത്തടുക്കി വെച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? ടയർഡായിട്ടിരിക്കുക പാവം കുട്ടി. ഞാൻ വാട്ടർമെലൻ്റെ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്, ഇനി കൊടുക്കട്ടെ. പാവം കുട്ടി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി ഓരോരോ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വരാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.